പൊളിറ്റിക്കൽ ക്രിമിനലുകൾ ആരെന്ന് ജി സുധാകരൻ വ്യക്തമാക്കണമെന്ന് ബിജെപി ആലപ്പുഴ സൗത്ത് ജില്ലാ അധ്യക്ഷൻ സന്ദീപ് വാചസ്പതി. എച്ച് സലാം എസ്ഡിപിഐയുടെയും പോപ്പുലർ ഫ്രണ്ടിന്റെയും ഏജന്റ് എന്നാരോപിച്ചത് ബിജെപി അല്ല, സിപിഎമ്മിലെ ഒരു വിഭാഗമാണ് എന്നും സന്ദീപ് വാചസ്പതി ചെങ്ങന്നൂരിൽ പറഞ്ഞു. പൊളിറ്റിക്കൽ ക്രിമിനലുകൾ ആരാണെന്ന കാര്യം ജി സുധാകരൻ വ്യക്തമാക്കണമെന്ന് ബിജെപി ആലപ്പുഴ സൗത്ത് ജില്ലാ അധ്യക്ഷൻ സന്ദീപ് വാചസ്പതി പറഞ്ഞു. അന്ന് ആ കേസുമായി ബന്ധപ്പെട്ട നിരവധി ഗൂഢാലോചനകൾ നടന്നിട്ടുണ്ട്. മരിച്ചുപോയ കമ്മ്യൂണിസ്റ്റ് നേതാവ് ശ്രീമാൻ VS അച്യുതാനന്ദൻ തന്നെ ഈ കേസിൽ ഗൂഢാലോചനയുണ്ട് എന്നും രമേശ് ചെന്നിത്തലയുടെ നേതൃത്വത്തിൽ കേസ് അട്ടിമറിച്ചു എന്നാണ് VS അടക്കമുള്ളവർ ആരോപിച്ചത്. തൻ്റെ പോരാട്ടം രാഷ്ട്രീയ ക്രിമിനലുകൾക്കെതിരെയാണ് എങ്കിൽ എന്തായിരുന്നു കൃഷ്ണപിള്ള സ്മാരകം തകർത്തതിൻ്റെ പിന്നിലെ യാഥാർത്ഥ്യമെന്ന് പുറത്തു പറയാൻ ജി സുധാകരൻ തയ്യാറാകണം. അല്ല എങ്കിൽ അദ്ദേഹത്തിൻ്റെ പോരാട്ടത്തിന് രാഷ്ട്രീയമായ ഒരു പ്രസക്തിയുമില്ല എന്ന് ഖേദത്തോടെ പറയേണ്ടി വരും. ജി സുധാകരൻ അറിയാതെ അന്ന് ആലപ്പുഴ ജില്ലയിലെ CPIM-നകത്ത് ഇല പോലും അനങ്ങില്ല എന്നതായിരുന്നു അവിടുത്തെ രാഷ്ട്രീയമായ സാഹചര്യം. ഈ സാഹചര്യത്തിൽ ഇപ്പോഴെങ്കിലും പാർട്ടിക്ക് ജി സുധാകരനെ വേണ്ട എന്ന് പാർട്ടി പരസ്യമായി നിലപാടെടുക്കുകയും അദ്ദേഹം വർഗവഞ്ചകനാണ് എന്ന രീതിയിൽ പരസ്യമായി കുലംകുത്തിയായി അവർ പ്രഖ്യാപിച്ചു പുറത്താക്കിയ ജി സുധാകരൻ അല്ലെങ്കിൽ അദ്ദേഹം പുറത്തു വന്നപ്പോൾ അന്ന് എന്താണ് ചേർത്തലയിൽ സംഭവിച്ചത്? തൻ്റെ പോരാട്ടം രാഷ്ട്രീയ ക്രിമിനലുകൾക്കെതിരെയാണ്, അതും സ്വന്തം പാർട്ടിയിലെ. അങ്ങനെയെങ്കിൽ സ്വന്തം പാർട്ടിയിലെ ആൾക്കാരാണ് കൃഷ്ണപിള്ള സ്മാരകം തകർത്തത് എന്നാണ് SIT കണ്ടെത്തിയത്, ഹൈക്കോടതി കണ്ടെത്തിയത് അതുതന്നെയാണ്, അന്വേഷണ സംഘവും കണ്ടെത്തിയത്. CPM-നകത്തെ വിഭാഗീയതയുടെ ഭാഗമായിട്ടാണ് കൃഷ്ണപിള്ള സ്മാരകം തകർക്കപ്പെട്ടത്. അങ്ങനെയെങ്കിൽ സ്വന്തം പാർട്ടിയിൽ ആ സ്മാരകം തകർക്കാൻ കൂട്ടുനിന്ന പൊളിറ്റിക്കൽ ക്രിമിനൽ ആരാണ് എന്ന് ജി സുധാകരൻ വ്യക്തമാക്കണം. എങ്കിൽ മാത്രമേ അദ്ദേഹം ഇപ്പോൾ നടത്തുന്ന ജനാധിപത്യ പോരാട്ടത്തിന്, ഉൾപാർട്ടി പോരാട്ടത്തിന്, കമ്മ്യൂണിസ്റ്റ് പോരാട്ടത്തിന്, അദ്ദേഹത്തിൻ്റെ ആദർശ ധീരതയ്ക്ക് അതിന് ഒരു അംഗീകാരമാവുകയുള്ളൂ. അല്ല എങ്കിൽ അദ്ദേഹത്തിൻ്റെ പോരാട്ടത്തെയും സംശയത്തോടുകൂടി കാണേണ്ടി വരുമെന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. അതുകൊണ്ട് ഭാരതീയ ജനതാ പാർട്ടി ആവശ്യപ്പെടുന്നു, കൃഷ്ണപിള്ള സ്മാരകം തകർത്ത പൊളിറ്റിക്കൽ ക്രിമിനൽ ആരാണ്, അതിന് പ്രതികൾക്ക് ഒത്താശ ചെയ്തു കൊടുത്ത പൊളിറ്റിക്കൽ ക്രിമിനൽ ആരാണ് എന്ന് ജി സുധാകരൻ വ്യക്തമാക്കണം. എന്തുകൊണ്ടാണ് അന്നത്തെ ഏരിയ സെക്രട്ടറി ആയിരുന്ന സജി ചെറിയാനെ ചോദ്യം ചെയ്യാത്തത് അദ്ദേഹം വ്യക്തമാക്കണം. എച്ച് സലാം SDPIയുടെയും പോപ്പുലർ ഫ്രണ്ടിന്റെയും ഏജന്റാണെന്ന് ആരോപിച്ചത് BJP അല്ല, CPM-ലെ ഒരു വിഭാഗമാണെന്നും സന്ദീപ് വാചസ്പതി ചെങ്ങന്നൂരിൽ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. സുധാകരൻ CPM-ലെ പ്രധാനിയായി വാഴുമ്പോഴാണ് കൃഷ്ണപിള്ള സ്മാരകം തകർത്തത്. അന്ന് ആലപ്പുഴയിൽ ജി സുധാകരൻ അറിയാതെ ഒരില പോലും അനങ്ങില്ല. കൃഷ്ണപിള്ള സ്മാരകം തകർത്തത് CPM-കാരാണ്. ഇത് സംബന്ധിച്ച് ജി സുധാകരന് വ്യക്തമായ അറിവുമുണ്ട്. രാഷ്ട്രീയ ക്രിമിനലുകൾക്കെതിരെയാണ് പോരാട്ടമെന്ന് പറയുമ്പോൾ സ്മാരകം തകർത്തതിന് പിന്നിൽ ആരാണെന്ന കാര്യവും ജി സുധാകരൻ വ്യക്തമാക്കണമെന്നും സന്ദീപ് വാചസ്പതി പറഞ്ഞു. CDNet ന്യൂസ് മാവേലിക്കര.